വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്ന് ഞാനിവിടെ ഈസിയും ടേസ്റ്റിയും ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവുള്ള കറിവേപ്പില ചിക്കനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കറിവേപ്പിലയാണ് ഈ റെസിപ്പിയിൽ കൂടുതൽ വേണ്ടത്. കറികൾക്ക് രുചിയും മണവും മാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ കറിവേപ്പിലക്കുണ്ട്. ഗ്യാസ് ട്രബിൾ ഇല്ലാതാക്കാനും ശരീരത്തിൽ കൊഴുപ്പ് കുറയാനും നല്ലൊരു ഔഷധമാണിത്. സാധാരണ നമ്മൾ കറികളിലൊക്കെ കറിവേപ്പില ഇടുമ്പോൾ അത് എടുത്തു മാറ്റാറാണ് പതിവ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില നമ്മൾ കഴിക്കും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു പിടി കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം വെള്ളമൊഴിച്ച് ഫൈനായിട്ട് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 700 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പില ചേർത്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒരു സൈഡ് കളർ ചേഞ്ച് ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതേ ഓയിലിൽ തന്നെ മസാലപ്പൊടികളായ 1/2 ടീസ്പൂൺ വീതം മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അധികം എരിവില്ലാത്ത 5 പച്ചമുളക് കട്ട് ചെയ്യാതെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്നതിന് ശേഷം കറിവേപ്പിലയും 1/4 കപ്പ് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് പ്രത്യേക രുചിയും മണവും കിട്ടാൻ വേണ്ടി അല്പം കറിവേപ്പില ചൂടാക്കി കൈകൊണ്ട് പൊടിച്ചെടുത്തതാണിത്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ കറിവേപ്പിലയുടെ പൊടി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇത് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിവേപ്പില ചിക്കൻ റെഡി ആയിട്ടുണ്ട്.
ഞാനിത് ഗീ റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴും കറിവേപ്പില വീട്ടിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.